തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒത്താശയോടെയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് ADGP MR അജിത് കുമാർ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ തൽപരകക്ഷികളുമായി ഗൂഢാലോചന നടത്തിയ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. RSS BJP നേതാക്കളുടെ പേര് മൊഴികളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയത് എന്നത് റിപ്പോർട്ടിൽ പറയുന്നില്ല. VV വിനോദ് ശരിയാണ്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അജിത് കുമാറിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നതും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഇത്. ഇതെങ്ങനെയാണ് സർക്കാർ കാണുന്നത്? നേരത്തെയുള്ള അന്വേഷണ റിപ്പോർട്ടുമായി യോജിച്ചു പോകുന്ന ഒന്നാണോ ഇത്? രഞ്ജിത്ത്, തത്വത്തിൽ ഈ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞതാണ്. കാരണം ഈ റിപ്പോർട്ടിന് മുകളിലാണ് ഇപ്പോൾ DGPയുടെ അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, സെപ്റ്റംബറിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു എന്നത് മാത്രമാണ്. അപ്പോഴും ചില വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നതിന് പിന്നിൽ CPI ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്ന ഒരു ഗൂഢാലോചനയാണ്. പൊതുവിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്. തിരുവനന്തപുരം സമ്മേളനത്തിലടക്കം ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു. കഴിഞ്ഞ ദിവസം MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇതിന് പിന്നാലെ നേരത്തെ തന്നെ സർക്കാർ തള്ളിയ റിപ്പോർട്ടാണ് ADGPയുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി അതിന് മുകളിലാണ് DGPയുടെ അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിനുശേഷം അന്തിമമായ തീരുമാനമെടുക്കാം. അങ്ങനെയാണ് നേരത്തെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് CPM നൽകിയ ഉറപ്പ്. അങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അത്യന്തം ഗൗരവമുള്ള കാര്യമാണ്. കാരണം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. തൽപരകക്ഷികൾക്ക് വേണ്ടി ഒരു ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കമുണ്ടായി എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല. പ്രത്യേകിച്ച് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് ഈ ആരോപണം വരുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിലെ തന്നെ ഭരണസമിതിയിലുള്ള ആളുകളുടെ പേരുകൾ പോലും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾ ഇതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അവർ ഇത് അസംബന്ധം എന്ന നിലയ്ക്കാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്ന ഈ റിപ്പോർട്ടിനെ. മാത്രമല്ല, CBI അന്വേഷണം ആവശ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്കാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതികരണം ഈ വിഷയത്തിലുണ്ടായത്. സുനിൽകുമാർ പറയുന്നതാകട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന കാര്യമാണ്. അദ്ദേഹം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നു, CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം പറയുന്നത് അപൂർണമാണ്. അങ്ങനെ ആരെങ്കിലും ഇടപെട്ടെങ്കിൽ ആ ദേവസ്വത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും ഇടപെട്ടെങ്കിൽ അതേക്കുറിച്ച് കൂടി അന്വേഷിക്കട്ടെ, ഇനിയുള്ള തുടർന്നുള്ള അന്വേഷണങ്ങളിൽ അക്കാര്യങ്ങൾ കൂടി പരിശോധിക്കട്ടെ എന്ന കാര്യമാണ് പറയുന്നത്. ഏതായിരുന്നാലും അജിത് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ്. അതിലാണ് ക്ലീൻ ചിറ്റ് വരുന്നത്. PV അൻവർ നൽകിയ ആരോപണമാണ്. ആഡംബര വീട് നിർമ്മിക്കുന്നു, അതിനുള്ള പണം എവിടെ നിന്ന് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വന്നത്. അതിൽ അജിത് കുമാർ നൽകിയ വിശദീകരണം ബാങ്ക് വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഭാര്യാപിതാവിൻ്റെ വകയിൽ ഉണ്ടായിരുന്ന വസ്തു തനിക്ക് ലഭിച്ചതിൻ്റെ രേഖകളും കൈമാറി. മാത്രമല്ല, വസ്തുവിവര പട്ടിക അല്ലെങ്കിൽ സ്വത്ത് വിവര പട്ടിക നേരത്തെ കൈമാറിയതിൽ ഈ വീടിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു വിശദീകരണമാണ് വിജിലൻസിന് ലഭിച്ചത്. അങ്ങനെ അന്വേഷണം പോകുന്നു. മാത്രമല്ല, തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അജിത് കുമാർ നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചയുണ്ട്. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച. അവിടെ അജിത് കുമാർ പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് താൻ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട പ്രവർത്തനം നടത്തിയിട്ടില്ല. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് അങ്ങനെ ഒരു അട്ടിമറി നീക്കമുണ്ടായത്. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയായിരുന്നു എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പാർട്ടിയുടെ പേര് പറയുന്നില്ല. BJP ആണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്നോ ആ നിലയ്ക്കൊന്നും പറയുന്നില്ല. എന്നാൽ RSS BJP നേതാക്കളുടെ പേരുകൾ മൊഴി എന്ന രീതിയിൽ ഇതിന് അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി തന്നെ ചേർത്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ RSS കൂടിക്കാഴ്ച വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് വളരെ പെട്ടെന്ന് അജിത് കുമാർ ഈ അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബറിൽ സർക്കാരിന് സമർപ്പിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് വരെ അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദത്താത്രേയയും റാം മാധവനെയും, 2 RSS നേതാക്കളാണ്, ഈ 2 പേരെയും തൃശ്ശൂരും തിരുവനന്തപുരത്തും വെച്ച് കണ്ടു എന്ന വിവരം പുറത്തു വരുന്നു. ഈ കൂടിക്കാഴ്ച വലിയ വിവാദമാകുന്നു. തൃശ്ശൂരിൽ CPIക്കുണ്ടായ തോൽവി എന്നതിനപ്പുറത്തേക്ക് അവിടെ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞ സാഹചര്യം, ഇതെല്ലാം തന്നെ അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ പൂരം
പൂരം അലങ്കോലമാകുന്ന ദിവസം അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നു. ഈ പൂരം നടക്കുന്ന പ്രദേശത്തുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെടുകയോ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നതാണ് ഒരു വിമർശനമായി ഉയർന്നത്. പ്രധാനപ്പെട്ട കാര്യം വിനോദ്, ഈ നമുക്കറിയാം CPI-യുടെ ഒക്കെ ആരോപണം അജിത് കുമാറും BJP-യുമായുള്ള RS-യുമായുള്ള കൂടിക്കാഴ്ച, അജിത് കുമാർ ചില BJP ബന്ധങ്ങൾ ഉണ്ടായെന്നൊക്കെയാണ്. പക്ഷേ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു ഇതിന് ഒരു BJP നേതാക്കളുടെ പേര് ഈ മൊഴികളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയത് തിരുവമ്പാടി ദേവസ്വം എന്നാണ്. ആ തരത്തിലുള്ള എന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും വളരെ കൃത്യമായി തന്നെ ഇത്തരം ഒരു ആരോപണം കൂടി ഈ റിപ്പോർട്ടിൽ വരുമ്പോൾ ഒരു വല്ലാത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം ആരോപണം അജിത് കുമാറിനെതിരെ BJP RSS ബന്ധവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി നമുക്കറിയാം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് BJP ആണെന്നുള്ള കാര്യം എവിഡന്റ് ആണ്. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട്. തീർച്ചയായും രഞ്ജിത്ത്, അജിത് കുമാർ ഇക്കാര്യത്തിൽ കൈകഴുകുകയാണ്, അല്ലെങ്കിൽ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നു. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അത് DGP-യുടെ അന്വേഷണം കഴിയുമ്പോൾ മാത്രം പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നോ, അദ്ദേഹം ഇടപെട്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല. ആരോപണങ്ങളാണ് അജിത് കുമാർ നേരിടുന്നത്. പക്ഷേ അജിത് കുമാർ പറയുന്നത് തനിക്കതിൽ പങ്കില്ല. പക്ഷേ അങ്ങനെ ഒരു നീക്കം നടന്നു എന്ന് അജിത് കുമാറും സമ്മതിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു നീക്കം നടന്നു എന്ന കാര്യം അജിത് കുമാർ വളരെ സ്പഷ്ടമായി തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെയാണ് ഈ തിരുവമ്പാടി ദേവസ്വത്തിന് മേൽ അദ്ദേഹം ഈ ആരോപണം കൊണ്ടുവയ്ക്കുന്നത്. അവർ അതിനെ തള്ളിക്കളയുന്നു. CPI-യുടെ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അജിത് കുമാറിന് നേരെയുള്ള ആരോപണമാണ്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണമുണ്ട്, അത് അജിത് കുമാറിന് നേരെയുള്ള ആരോപണമാണ്. ആ നിലയ്ക്ക് അജിത് കുമാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട്. അജിത് കുമാറിനെതിരെയുള്ള ത്രിതല അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. വിജിലൻസ് അന്വേഷണമാണ് ക്ലീൻ ചിറ്റ് ആയി അത് റിപ്പോർട്ടായി പുറത്തു വരാൻ പോകുന്നത്, DGP-ക്ക് സമർപ്പിക്കാൻ പോകുന്നത്. മറ്റ് അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇൻ്റലിജൻസ് ADGP-യുടേതുണ്ട്, ലോ ആൻഡ് ഓർഡർ ADGP-യുടേതുണ്ട്. അതിനപ്പുറത്തേക്കാണ് DGP-യുടെ അന്വേഷണം കൂടി നടക്കുന്നത്. ഏതായിരുന്നാലും ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ദത്താത്രേയയും റാംമാധവും രണ്ടുപേരെയും കാണുന്നു. ആ സംഭവം പുറത്തു വന്ന ശേഷമാണ് വളരെ തിടുക്കത്തിൽ അജിത് കുമാർ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പൂരം അലങ്കോലപ്പെട്ട് 5 മാസം വരെ അജിത് കുമാർ അതിന്മേൽ മറ്റ് നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതിനുശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിലെ വസ്തുതകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തിന് മേൽ അദ്ദേഹം ഈ ആരോപണം വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് RSS നേതാക്കളെ കണ്ടു എന്ന കാര്യം അജിത് കുമാർ അതെന്തിനു വേണ്ടിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആ വിവരം പുറത്തു വരുന്നതിന് മുൻപ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് നൽകാമായിരുന്നു. ഈ വിവരം പുറത്തു വന്ന ശേഷമാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത്. ഇതെല്ലാം തന്നെ വളരെയധികം സംശയങ്ങൾ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.